ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അധിക എണ്ണയൊന്നും പിടിക്കാത്ത നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ബൗളിലോട്ട് മൈദ ഇട്ട് കൊടുക്കുകയാണ്. 1.5 കപ്പ് മൈദയാണ് ഞാൻ എടുക്കുന്നത്. നമുക്ക് ദോശ പോലെ ഈ മൈദ ഒന്ന് ചുട്ടെടുക്കണം. സാധാരണ നമ്മൾ കുഴച്ചിട്ട് പരത്തിയിട്ട് അങ്ങനെയൊക്കെയാണ് സാധാരണ ഉണ്ടാക്കൽ. നമ്മൾ സ്പ്രിംഗ് റോൾ മോഡലാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ ദോശ പോലെ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ലൂസായിട്ട് കലക്കിയെടുക്കണം. നമ്മൾ ദോശമാവൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു ദോശമാവിൻ്റെയൊക്കെ ആ ഒരു കട്ടിയിലാണ് ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. ആവശ്യാനുസരണം വെള്ളം ചേർത്തിട്ട് ഞാനിത് ലൂസാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയാണ്. ഇനി ഇത് ചുട്ടെടുക്കണം. അപ്പം ഞാനിവിടെ ഒരു പാൻ നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിലോട്ട് ഒരു ചെറിയൊരു തവി, വളരെ ചെറിയ കുഞ്ഞു ദോശയാണ് ഉണ്ടാക്കുന്നത്, ചെറിയൊരു തവി മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കാം. കനല്ലാണ്ട് വേണം ചുട്ടെടുക്കാൻ. ഒരു സൈഡ് ആവുമ്പോൾ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും കൂടി ഒന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് നമുക്കിതെടുക്കാം. ഇങ്ങനെ മുഴുവനായിട്ടും ചുട്ടെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള സ്റ്റഫിങ് റെഡിയാക്കണം. അപ്പം ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത്. ഈ വെളിച്ചെണ്ണയിലോട്ട് 2 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി അധികം ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ മസാലയൊക്കെ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. എല്ലാതും, അതായത് പച്ചക്കറികളൊക്കെ എല്ലാതും എടുത്തിട്ടുണ്ട് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പം ഞാൻ 2 മീഡിയം വലുപ്പത്തിലുള്ള സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തതാണ്, അതൊരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പം പെട്ടെന്ന് തന്നെ അത് വഴണ്ട് വരും. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് നമുക്കിത് നല്ലപോലെ വാട്ടിയെടുക്കണം. അപ്പം ഞാനിത് വാടി വരുന്നതിന് മുൻപായിട്ട് കുറച്ച് ക്യാപ്സിക്കം കൂടി ചേർക്കുന്നുണ്ട്. ക്യാപ്സിക്കം ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർക്കാം, ക്യാരറ്റ് ഉണ്ടെങ്കിൽ അതും ചേർക്കാം കേട്ടോ. അപ്പോൾ എനിക്കിഷ്ടമാണ് ഇതിനൊക്കെ കൂടെ ക്യാപ്സിക്കം കഴിക്കുന്നത്, അത് ഇടയ്ക്കൊക്കെ ഒന്ന് അതിന് കഴിക്കുന്നതിന് ഇഷ്ടമാണ്, അതുകൊണ്ട് ചേർത്തിട്ടുള്ളതാണ്. ഇനി അത് ചേർത്തില്ല എന്ന് വെച്ചിട്ടും കുഴപ്പമൊന്നുമില്ല. ഇതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വരുന്ന സമയത്ത് വേണം നമുക്കിതിൽ തക്കാളി ചേർക്കാൻ. അപ്പം ഞാനിവിടെ ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക, വളരെ ചെറിയ തക്കാളി മതി, ഒരുപാട് തക്കാളി എടുക്കരുത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് വാട്ടിയെടുക്കണം. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് സോഫ്റ്റായി വന്നു കഴിയുമ്പോൾ നമുക്കിതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് സാദാ മുളക് പൊടിയും കുറച്ച് കാശ്മീരി ചില്ലി പൗഡറുമാണ് ചേർത്തിട്ടുള്ളത്. രണ്ടും കൂടി 1 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം. അപ്പം അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാൻ, ഞാൻ ചേർക്കുന്നില്ല. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പം ഉപ്പിട്ടിട്ട് പുഴുങ്ങി വെച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങാണ്. ഒരു 3 എണ്ണം മീഡിയം സൈസ് വലുപ്പമുള്ള 3 കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലാണ് ഉണ്ടാക്കുന്ന മസാലയ്ക്ക്, അതുകൊണ്ട് തന്നെ ഒരു 3 എണ്ണമൊക്കെ ഉണ്ടാവും. ഞാൻ മീഡിയം വലുപ്പമുള്ള 2 ഉരുളൻകിഴങ്ങും ചെറിയ 2 ഉരുളൻകിഴങ്ങുമാണ് എടുത്തത് കേട്ടോ. ഇതിലോട്ട് പുഴുങ്ങി വെച്ചിട്ടുള്ള 3 കോഴിമുട്ട ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് അതിലോട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ ഒരു കൂട്ടൊന്ന് നന്നായിട്ട് ചൂടാറിയ ശേഷം നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പം നമ്മുടെ ദോശയൊക്കെ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പം ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. ആ പാത്രത്തിലോട്ട് ഒരു ദോശ വെച്ച് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല കുറച്ച് വെച്ച് കൊടുക്കാം.
റോള് മോഡലാണ് ചെയ്യുന്നത്. അപ്പം ഒന്നിങ്ങനെ നീട്ടിയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് മടക്കിയിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പം ഒട്ടിച്ചെടുക്കുന്നതിന് ഞാനിവിടെ മൈദ ബാറ്റർ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ മൈദ പശ ഉണ്ടാക്കില്ലേ, അത് ചൂടുവെള്ളത്തിലൊന്നല്ല കേട്ടോ, സാധാ പച്ചവെള്ളത്തിൽ കലക്കി വെച്ചിട്ടുള്ള മൈദയാണ്. അത് ചേർത്തിട്ട് വേണം ഇത് ഒട്ടിച്ചെടുക്കാൻ. അപ്പം ആദ്യം ഒരു സൈഡ് ഒന്ന് മടക്കി കൊടുത്തിട്ട് 2 സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മടക്കുക, മസാല പുറത്തോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അങ്ങ് റോൾ ചെയ്തെടുത്താൽ മതി. അപ്പം മൈദപ്പശ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് ഒട്ടിച്ച് കൊടുക്കണം. അല്ലാതെ തന്നെ ഇത് ഒട്ടും. പക്ഷേ നമ്മളിനി അഥവാ ചൂടുള്ള എണ്ണയിൽ ഇടുമ്പോൾ നമ്മളിത് തുറന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ എല്ലാ റോൾസും റെഡിയാക്കി എടുക്കണം. ഈ ഒരു മൈദപ്പശ വെച്ചിട്ടാണ് നമ്മളിത് ഒട്ടിച്ചിട്ടുള്ളത് കേട്ടോ. ഇതുപോലെ നമുക്ക് ഓരോ റോൾസും റെഡിയാക്കി എടുക്കണം. ജസ്റ്റ് അങ്ങ് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് 2 സൈഡും ഫോൾഡ് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ ഒട്ടിക്കുക. വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട്. ഇനി നമുക്കിത് നല്ല ചൂടായ എണ്ണയിലോട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം അധികം ഓയിൽ കുടിക്കും അങ്ങനെയുള്ള ഒരു പേടിയും വേണ്ട കേട്ടോ. വളരെ എളുപ്പമാണ് ചെയ്യാൻ. പിന്നെ അധികം ഓയിൽ കുടിക്കാത്തതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ലോണം കുറച്ച് അധിക സമയം ഫ്രൈ ചെയ്തെടുക്കണം, എന്തെങ്കിലും നല്ല ബ്രൗൺ കളറൊക്കെ വരുള്ളൂ. അപ്പോൾ കുറച്ച് അധിക സമയം തന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ഒന്നും ആക്കണ്ട. കരിയെന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ. നമ്മളിത് അപ്പം പോലെ ചുട്ടെടുത്തോണ്ട് അങ്ങനെ ഒരു ഇതുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നുമുണ്ട്. അപ്പം ഇതുപോലെ നമുക്ക് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ ഇഷ്ടമാവും. ഗസ്റ്റൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്